ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ VLCCയുടെ തന്നെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് ഡീറ്റാൻ ഫേഷ്യൽ കിറ്റ്. ഇതിന് മുന്നേ നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഈ സംഭവം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിന് 4 സ്റ്റെപ്പുണ്ട്. 1, 2, 3, 4 എന്ന് ഞാൻ ഓരോ ഇതായിട്ട് കാണിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നോക്കുവാണെങ്കിൽ നല്ല വലിയൊരു സിൽവർ കളറുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. അത്യാവശ്യം ഒരു ജെല്ലി ടൈപ്പായിരുന്നു. ശേഷം നമ്മളത് ക്ലെൻസ് ചെയ്ത് ഫേസിൽ നല്ല പോലെ ഇട്ട് മസാജ് ചെയ്യുന്നു. അതായത് ഈവൻലി ഓൺ പ്രീ-ക്ലീൻഡ് ഫേസ് ആൻഡ് നെക്ക്, ജെൻലി മസാജ് വിത്ത് സർക്കുലർ സ്ക്രബിങ് മൂവ്മെൻറ്റ്സ്. ഒരു 3-4 മിനിറ്റ് വെക്കുക. ശേഷം കഴുകിക്കളഞ്ഞു. സ്കിന്ന് നല്ല ഒരു റിഫ്രഷിങ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ശേഷം ഇതാണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് മസാജിങ് ക്രീമായിരുന്നു. ഇത് നമ്മൾ മസാജിങ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഫേസിലും നെക്കിലും ഒക്കെ ഒരു 5-6 മിനിറ്റ് വെച്ച് സർക്കുലർ മോഷനിൽ ചെയ്യണം. അതായത് മസാജ് ചെയ്യണം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിക്ക്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ തന്നെ, അതായത് VLCC തന്നെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളവരും അങ്ങനെ സ്കിന്നിന് ആപ്റ്റാണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നമ്മളെപ്പോഴും ഈ ഫേസ് പോലെ തന്നെ നെക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ്. നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്കും. നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. ബട്ട് നമ്മുടെ എപ്പോഴും ഫേസ് നല്ല പോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും. അങ്ങനെ പല ബെനിഫിറ്റ്സും ഉണ്ട് ഇതുകൊണ്ട്. പിന്നെ എന്താ, ഒരുപാട് വെള്ളം കുടിക്കുക. 2-3 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഭയങ്കര നല്ലതാണ് സ്കിന്നിനെന്നാണ് പറയുന്നത്. ശേഷം ഈ പറഞ്ഞ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്നു. അപ്പോൾ കൊള്ളാം. എപ്പോഴും ഒരു നല്ലൊരു ഫീലായിരുന്നു. കൊള്ളായിരുന്നു സ്കിന്ന്. ഇതാണ് നമ്മുടെ 3-ാമത്തെ സ്റ്റെപ്പ്. അത് മസാജ് ജെല്ലാണ്. മസാജ് ജെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതും മറ്റേ പോലെ തന്നെ മസാജ് ചെയ്യുക സർക്കുലർ അപ്വാർഡ് മൂവ്മെൻറ്റ്സിൽ. നല്ലൊരു എന്താ പറയുക, സ്കിന്നിന് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും. സ്കിന്നിനൊരു ഒരു എന്താ പറയുക, ഒരു ബെറ്റർമെൻറ്റ് വരും. ഇടയ്ക്കിതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങി ഡീറ്റാൻ, അതായത് ടാൻ ആയിട്ട് വരുമ്പോൾ അത് ഡീറ്റാൻ ചെയ്ത് കളയുക തന്നെ നമ്മുടെ സ്കിൻ കെയറിലൊരു അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. സ്കിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതായിട്ട് മസാജ് ചെയ്യുന്നു. നിങ്ങളും ചെയ്യുമ്പം നല്ലപോലെ ഇതുപോലെ മസാജ് ചെയ്യുക. മാക്സിമം നേരം മസാജ് ചെയ്യുക. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. പിന്നെ 4-ാമത്തെയും ഫൈനലുമായിട്ടുള്ള സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. എനിക്ക് എല്ലാ തവണത്തെ പോലെയും എനിക്ക് ഫേസ് പാക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇച്ചിരി തിക്കായിരിക്കും. സോ നമ്മൾ ക്യാമറ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നു. നിങ്ങൾ 2 കൈ കൊണ്ടും സ്പ്രെഡ് ചെയ്യുക. മാക്സിമം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഫേസിലും നെക്കിലുമൊക്കെ സെക്യൂർ ആക്കി വെക്കാൻ നോക്കുക. ഇതുകൊണ്ടൊക്കെ പെട്ടെന്നൊരു സ്കിൻ ഒരു ടോണൽ ഇമ്പ്രൂവ്മെൻറ്റും വരും. അതായത് നമ്മൾ വെയിലത്തോടെയൊക്കെ പോയി കരിവാളിച്ച നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു ഇടയ്ക്കൊരു കെയർ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശേഷം അതിനും പറഞ്ഞ സമയം കഴിഞ്ഞു. സോ ഞാൻ ആ പാക്ക് ക്ലീൻ ചെയ്തു. കൊള്ളാം, നല്ല പാക്കാണ്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ഗൈസ്, സീ യു സൂൺ.